ഹലോ ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ വേൾഡ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ എക്സാംസും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും തവണ കൂടുതൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻ, എങ്ങനെ എനിക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത്. ഹൗ ടു വെരിഫൈ യുവർ നീബോഷ് സർട്ടിഫിക്കറ്റ്. IGC ആവട്ടെ, ഡിപ്ലോമ ആവട്ടെ, അത് ഏതൊരു സർട്ടിഫിക്കറ്റ് ആവട്ടെ, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാം. ഒരു സ്റ്റുഡൻറ്റിന്റെ വ്യൂവിലും അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ വ്യൂവിലും ഇത് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. കാര്യം നീബോഷ് ഇപ്പോൾ ലേറ്റസ്റ്റ് കുറച്ച് അപ്ഡേറ്റ്സ് ഇറക്കിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ കുറിച്ച്. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അതാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ഡിസ്കഷൻ ടോപ്പിക്. ഹൗ ടു വെരിഫൈ യുവർ നീബോഷ് സർട്ടിഫിക്കറ്റ്. പ്രസന്റേഷനിൽ നിങ്ങൾക്ക് IGC നേരം കാണുന്നത് അല്ല, ഇത് ഏത് നീബോഷ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇതേ പ്രോസസ്സിലൂടെയായിരിക്കും നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ യു ഗെറ്റ് റെഗുലർ അപ്ഡേറ്റ്സ് ഓഫ് അവർ ലേറ്റസ്റ്റ് വീഡിയോസ്. ഇതേപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലിക്ക് ഇറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹൗ ടു വെരിഫൈ യുവർ നീബോഷ് സർട്ടിഫിക്കറ്റ്സ്. ഇൻട്രൊഡക്ഷൻ ടു നീബോഷ് IGC സർട്ടിഫിക്കറ്റ്. നീബോഷ് IGC ആണ് ഞാൻ ഇവിടെ മെയിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ലൈഡായിട്ട് ജനറേറ്റ് ചെയ്ത് അപ്പോൾ അതായിരിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് നീബോഷ് IGC സർട്ടിഫിക്കറ്റ്. കാര്യം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പക്ഷെ ആദ്യമേ ഞാൻ പറയട്ടെ, ഇതേ പ്രോസസ്സ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും വെരിഫൈ ചെയ്യുന്നതിനായിട്ട്. സോ എന്താണ്? സോ ഇറ്റ്സ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീബോഷ് IGC ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. ട്രസ്റ്റഡ് ബൈ thousands of employers worldwide. So നീബോഷ് IGC സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ഓൾവേസ് നിങ്ങളുടെ കരിയറിലെ ഒരു നല്ല ഡിസിഷൻ തന്നെയാണ്. രണ്ടാമത് കരിയർ ഫൗണ്ടേഷൻ. അഫ്കോഴ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നീബോഷ് IGC സർട്ടിഫിക്കറ്റ് എന്ന മാൻഡേറ്ററി ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധി ഓർഗനൈസേഷൻസ്, ഐ വുഡ് സേ മെജോറിറ്റി ഓഫ് ദം, നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിലേക്കാണ് നിങ്ങളുടെ ജോലിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നീബോഷ് IGC സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ. ഹയർ ദ പൊസിഷനിലേക്ക് പോകുമ്പോൾ അത് നീബോഷ് ഡിപ്ലോമ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. IGC മാത്രം ആവുന്നില്ല, ഒട്ടനവധി സർട്ടിഫിക്കറ്റ്സ് അവർക്ക് വേറെയുണ്ട്. അതൊക്കെ എടുക്കുന്നത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ CPD ഒരു ഭാഗം തന്നെയാണ്. പിന്നെ സ്റ്റാൻഡേർഡ്സ് ആർ അലൈൻഡ്. ഡെഫിനറ്റ്ലി നീബോഷ് IGCയുടെ സിലബസ് എന്ന് പറയുന്നത് ILO സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ ആസ് അതർ ഇന്റർനാഷണൽ റെഗുലേഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ UK ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നീബോഷ് NGC ഉണ്ട്, നാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ്, വേർ നീബോഷ് UKയുടെ റെഗുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് കൂടുതൽ പറയുന്നുണ്ട്. അപ്പൊ UKയിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ NGC എടുക്കുന്നതായിരിക്കും. എന്നാലും IGC എടുക്കുന്നവർക്ക് UKയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല എന്നൊന്നുമില്ല. ഇറ്റ്സ് just a standard difference. Now, pathway to the growth leads to advanced NEBOSH diploma. NEBOSH diploma പഠിക്കുന്നതിന് മുമ്പ് I would advise to have NEBOSH IGC qualification in your portfolio. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒട്ടനവധി ഇൻഫർമേഷൻസ് അതിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ NEBOSH ഡിപ്ലോമയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈ വെരിഫൈ എ NEBOSH സർട്ടിഫിക്കറ്റ്. നമ്മൾ എന്തിനാണ് നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? ഇപ്പം എൻ്റെ കയ്യിൽ ഇതാ ഒരു സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്, എൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എന്തിനാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്? ഒന്ന് എന്ന് പറയുന്നത്, ഈ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ജെന്യുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, ഒട്ടനവധി ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫേക്ക് ടീം മെമ്പേഴ്സ് തന്നെ, ഒരുപാട് ആൾക്കാർ പരീക്ഷ പോലും എഴുതാതെ ഞാൻ നിങ്ങൾക്ക് നീബോഷ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിലൂടെ വ്യാപകമായിട്ട്, ഇന്റർനെറ്റിലെ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ പല രീതിയിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ജെന്യുവിൻ ആണോ അല്ലയോ? ഒരുപാട് നമ്മുടെ ഈ ഒരു ഫീൽഡ് ഇരിക്കുന്നതുകൊണ്ട് പറയാണ്, മാസത്തിൽ ഒരു 2-3 എൻക്വയറീസ് ഇതേപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു എന്നിട്ട് പറയും ഇത് വെരിഫൈ ഒറിജിനൽ. ഒരു നാണോ ഇല്ലാതെയാണ് അയച്ചു തരുന്നത്. അവര് കള്ളത്തരം കാണിച്ചെടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരും. സാർ ഇതൊന്ന് വെരിഫൈ ചെയ്ത് തരുമോ സാറേ, ഇത് ഞാൻ ഗ്രീൻ വേൾഡ് എന്ന് പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അയച്ചു. അത് ഒന്നുകിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സാധനം ഫേക്ക് ആയിരിക്കും. സ്കാൻ കോപ്പിയാണ് വരുന്നത്. QR കോഡ് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വരത്തൊന്നുമില്ല. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് എ ഫേക്ക്. സോ അതൊന്ന്. പിന്നെ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്സുമായിട്ടൊക്കെ ഒരു എംപ്ലോയർ അടുത്ത് പോകുമ്പോൾ അവർ വെരിഫൈ ചെയ്യും. ആ സമയത്ത് ചുമ്മാ നാണം കെടാതെയോ പോലീസ് കേസ് ആവാതെയോ ഒക്കെ ഫ്രോഡ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് ഒരു ജോലി കിട്ടുവാനായിട്ടെന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് എല്ലാ രാജ്യങ്ങളിലും. അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. സോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നും പോകാൻ പാടില്ല.
അതിന് വേണ്ടിയിട്ടാണ്. പിന്നീടെന്ന് പറയുന്നത് ജെനുവിൻ ലേണേഴ്സ്, അതിന്റെ ഒരു റെക്കഗ്നിഷൻ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ്. സോ അത് ഇത് ഇങ്ങനെയുള്ള കാര്യം. പിന്നെ എംപ്ലോയർ സംടൈംസ് പറയും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് കൊണ്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ ഓപ്ഷൻസ് എന്നുള്ളത്. ഒന്നെന്ന് പറയുന്നത് 2019 ഒക്ടോബറിന് ശേഷം ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സിലും ഒരു QR കോഡ് ഉണ്ട്. ഇതേപോലെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലത്തെ ഒരു QR കോഡ് നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റ്സിലും കാണാനായിട്ട് സാധിക്കും. അപ്പം അത് ഉള്ളതെല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ നീബോഷിന്റെ ഒരു വെരിഫിക്കേഷൻ സൈറ്റിലേക്ക് പോകും. അവിടെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അത് സ്റ്റുഡന്റ് ആയിരുന്നാലും ശരി, ഒരു എംപ്ലോയർ ആയിരുന്നാലും ശരി, ആരായിരുന്നാലും ഇത് ഈ QR കോഡ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ അടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറയും. ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഞാനാണ് ഈ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുന്നത്. സംഭവം ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഞാനാണ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്താലും ഇത് എൻ്റെ അടുത്ത് എൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ചോദിക്കും. എൻ്റെ പേര്, എൻ്റെ കമ്പനി പേര്, പിന്നെ എൻ്റെ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID. ഇത് ഇത്രയും ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഉടനെ തന്നെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോഴത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം വരും. അത് കഴിഞ്ഞ് ക്ലിക്ക് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഈ നീബോഷ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഓണറായ ഞാൻ, ഇപ്പൊ ഇതിനകത്ത് ഞാൻ തന്നെയാണ് ശങ്കർ ശ്രീകുമാർ, എൻ്റെ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID, ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് ഒരു ഇമെയിൽ ID ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID. ആ ഇമെയിൽ IDക്ക് അകത്തോട്ട് ഒരു നോട്ടിഫിക്കേഷൻ നീബോഷ് തന്നെ അയക്കും. മിസ്റ്റർ ശങ്കർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വെരിഫൈ ചെയ്യാനായിട്ട്, അലൗ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു എംപ്ലോയർക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോവുകയാണ് ലെറ്റ്സ് ഒരു XYZ കമ്പനിയിൽ. അപ്പൊ നിങ്ങൾക്കറിയാം XYZന്റെ മാനേജർ ഇന്റർവ്യൂ സമയത്തെ പറഞ്ഞു ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം XYZ കമ്പനിയിൽ നിന്ന് ഒരാൾ വെരിഫൈ ചെയ്യും പലയിടത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അപ്രൂവ് ചെയ്യാം ഇമെയിലിലൂടെ. യെസ്, ഐ എം കൺഫേമിംഗ് ദാറ്റ് ദിസ് സർട്ടിഫിക്കറ്റ് ഹാസ് ടു ബി വെരിഫൈഡ്. വിത്തിൻ 2 days നിങ്ങൾ കൺഫേം ചെയ്ത് 2 ദിവസത്തിനകത്ത് ഈ റിക്വസ്റ്റ് ചെയ്ത ആളുടെ ഇമെയിൽ IDയിലോട്ട് ഈ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്നുള്ള, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നീബോഷ് വെരിഫൈ ചെയ്യുന്ന ആൾക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉടനെ ചോദിക്കും, ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ സാറേ, നമുക്കിത് എന്തിനാണ് ഇങ്ങനെ ഈ പ്രോസസ്സ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സർട്ടിഫിക്കറ്റ് തുടക്കത്തിൽ കാണിച്ച സമയത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ തന്നെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് പാസ്സായ ഡേറ്റ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമ്പർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് സ്കാൻ ചെയ്ത് പബ്ലിക് വെബ്സൈറ്റുകളിലോ ഫേസ്ബുക്കിലോ ഒന്നും എടുത്തു. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് നീബോഷ് എക്സാംസ് മാത്രമല്ല മറ്റുള്ള സർട്ടിഫിക്കറ്റ്സ് പാസ്സായ ഉടനെ ഇതിൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് എടുത്ത് സ്കാൻ ചെയ്ത് ഫേസ്ബുക്കിൽ അങ്ങ് തള്ളി വിട്ടു കൊടുക്കും. കണ്ട ഞാൻ ഇതൊക്കെ പാസ്സായെന്ന്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ വെൽവിഷേഴ്സ് മാത്രമല്ല ഇത് കാണുന്നത്, ഇതേപോലത്തുള്ള ഫ്രോഡ് ടീമുകളും ഇത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് എന്താണ് ഉപയോഗം? വെരി സിമ്പിൾ. ഇതിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ സ്കാൻ ചെയ്ത് ഇന്റർനെറ്റിൽ ഇടുകയാണ്, പാസിംഗ് ഡേറ്റും ഇതിന്റെ മാസ്റ്റർ ലോഗ് സർട്ടിഫിക്കറ്റ് നമ്പേഴ്സും എല്ലാം ഇതിലുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഞാൻ ഇന്റർനെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ശങ്കർ ശ്രീകുമാറിനെ കണ്ടുപിടിച്ച് അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈസി ആയിട്ട് വിൽക്കാം. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ. ഇതേ പേര് മാത്രം സെയിം ആയിരുന്നാൽ പോരെ? കാര്യം ആ മനുഷ്യൻ ഇപ്പൊ എന്റെ പോലത്തെ പേരുള്ള എത്രയോ ആൾക്കാരില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരില്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഒരു മനുഷ്യന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിത്ത് മാസ്റ്റർ ലോഗ് നമ്പറും ഡേറ്റും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടെങ്കിൽ ഈ സാധനം പ്രിന്റ് ചെയ്തിട്ട് ഈ പറയുന്ന വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് നീബോഷ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സാധനം ഇരിപ്പുണ്ട് നിങ്ങളെ പേരിൽ, അത് വെരിഫൈ ചെയ്താലും ഇത് തന്നെയാണ് കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം പോയാലോ? നിങ്ങൾ ആലോചിച്ചോ, അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അത് തടയിടാൻ വേണ്ടിയിട്ടാണ് നീബോഷ് ഈ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആരാണോ സർട്ടിഫിക്കറ്റിന്റെ ഓണർ, അവർ കൃത്യമായിട്ട് ഒരു അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഇത് വെരിഫിക്കേഷൻ ടീമിൽ. അപ്പൊ അങ്ങനെ ഒരാൾ ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഒരു നീബോഷ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് XYZ സെർച്ച് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾക്കറിയാം നിങ്ങൾ ആ കമ്പനി പോയിട്ടുമില്ല, നിങ്ങൾ ആ കമ്പനിയുടെ റിക്വസ്റ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഡിനേ ചെയ്യാം. സ്വാഭാവികമായിട്ടും കള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയവൻ പണി കിട്ടും. കാര്യം ഈ സർട്ടിഫിക്കറ്റ് ഒരിക്കലും അവന് വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതൊന്നും ഒരു പാഠം കൂടെ മനസ്സിലാവണം. നിങ്ങൾ എക്സാമിന് കൊടുക്കുന്ന എക്സാം രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ID ജീവിതകാലം മുഴുവൻ അത് കീപ്പ് ചെയ്തേ പറ്റൂ. നല്ല രീതിയിൽ വെക്കണം. ഇല്ല ഇമെയിൽ IDയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചിട്ട് നീബോഷിന് തിരിച്ച് റിപ്ലൈ ചെയ്യേണ്ടി വരും. എൻ്റെ ഇമെയിൽ ID ചേഞ്ച് ആവുകയാണ്, ഞാനാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഓണർ, ഫർദർ വെരിഫിക്കേഷൻസ് ഈ ഇമെയിലിലേക്ക് വരണം എന്നുള്ളത് നിങ്ങൾ നീബോഷിന് info@nibosh.org.uk ഇൻഫോം ചെയ്യേണ്ടി വരും. അവരത് ഡേറ്റാബേസിൽ ചേഞ്ച് ചെയ്യും. ഇല്ലെങ്കിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ റിക്വസ്റ്റിൻ്റെ കൺഫർമേഷൻ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDക്ക് ആയിരിക്കും പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. സോ ഇതാണ് വെരിഫിക്കേഷൻ ഓപ്ഷൻ നമ്പർ 1. ഒന്നെന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റിന്റെ QR കോഡ് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം ഫോമിൽ എൻ്റർ ചെയ്യുക, 2 ദിവസത്തിനകത്ത് വെരിഫൈ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ അപ്രൂവ് ചെയ്താൽ ഇത് ജെനുവിൻ ആണോ അല്ലേ എന്നുള്ള ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇതല്ല പഴയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ഫോം ഉണ്ട്, അത് നീബോഷിൻ്റെ അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. nibosh.org.uk @nibosh വെരിഫിക്കേഷൻസിൽ പോയാൽ ഒരു ഓൺലൈൻ ഫോം ഉണ്ട്. അവിടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ മാസ്റ്റർ ലോഗ്, സർട്ടിഫിക്കറ്റ് നമ്പർ, എന്നാണ് ഈ ക്വാളിഫിക്കേഷൻ അവാർഡായിരിക്കുന്ന ഡേറ്റ്, പിന്നീട് ഏതാണോ കോഴ്സ്, ആ ഡീറ്റെയിൽസ് ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
ഇതേ പ്രോസസ്സിലൂടെ ആ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടും. കാര്യം 2019 മുമ്പ് ഒക്ടോബർ 19 മുമ്പ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൽ ഒന്നും തന്നെ QR കോഡുകൾ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പം ഓൺലൈൻ ഫോം ഇഷ്യൂ ചെയ്ത് തന്നെ ഓൺലൈൻ ഫോമിലൂടെ വേണം ഇതിന്റെ വെരിഫിക്കേഷൻ നടത്തുവാനായിട്ട് ഉള്ളത്. സോ വെരിഫിക്കേഷൻ പ്രോസസ് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് QR കോഡ് സ്കാൻ ചെയ്യുക, ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, ഓർഗനൈസേഷൻ, ഇമെയിൽ ഇതെല്ലാം അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഹോൾഡറിന് ഒരു ഇമെയിൽ റിസീവ് ചെയ്യും. ഇത് വെരിഫൈ ചെയ്യാൻ നോക്കുകയാണ് ഇന്ന വ്യക്തി, നിങ്ങൾക്ക് അലോ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന് ഒരു ഇമെയിൽ പോവും ഈ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. ഇല്ല നിങ്ങൾ ഒരു റെസ്പോൺസും ഇല്ല, നിങ്ങളെ കയ്യിൽ നിന്ന് അവർ വെയിറ്റ് ചെയ്യും 2-3 ദിവസത്തേക്ക്, 2 ദിവസം 3 ദിവസം നിബോഷ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഇതിനെ റെസ്പോൺസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ ലെറ്റർ ആയിരിക്കും ആ വെരിഫൈ ചെയ്യുന്ന ആൾക്ക് പോകുന്നത്. ഫേക്കെന്നല്ല, സോറി, ഈ സർട്ടിഫിക്കറ്റിന്റെ ഓണർ ഇത് വെരിഫൈ ചെയ്യാനായിട്ട് അനുവാദം തന്നിട്ടില്ല, അതുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇമെയിൽ അങ്ങ് പോകും. അതാണ് ഇതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന്റെ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ഈ സർട്ടിഫിക്കറ്റ് ഇതിപ്പോൾ നീബോഷിന്റെ ലേറ്റസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എങ്ങനെ നമുക്ക് അല്ലാതെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടും. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് റെക്കഗ്നൈസ്ഡ് കോഴ്സ് പ്രൊവൈഡർ അടുത്ത് തന്നെ പോയി പഠിക്കുക. ഈ ഇന്റർനെറ്റിലൂടെയൊക്കെ സർട്ടിഫിക്കറ്റ് വിൽക്കുന്നവരും ജെന്യൂനിറ്റി ഇല്ലാത്ത പ്രൊവൈഡേഴ്സിന്റെ അടുത്തൊന്നും പോയി പഠിക്കരുത്. വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ സെലക്ട് ചെയ്യുക. ഒരു ഗോൾഡ് ലേണിംഗ് പാർട്ണർ ആണോ എന്ന് നോക്കുക, അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിവ്യൂസ് എല്ലാം നോക്കുക. നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡറെ സെലക്ട് ചെയ്യുവാനായിട്ടുള്ളത്. സോ ദ ലാസ്റ്റ് വൺ, നമുക്ക് ഇതിന്റെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി ടിപ്സ് എന്തൊക്കെയാണ്, സർട്ടിഫിക്കറ്റ്സിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് വാട്ടർമാർക്ക് പേപ്പർ ആൻഡ് UV ഫ്ലൂറസെന്റ് ഡിസൈൻ. എന്താ വാട്ടർമാർക്ക് ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാനിങ്ങനെ ഈ ആകാശത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എൻ്റെ പേരൊക്കെ അകത്ത് ഒരുപാട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് നീബോഷിന്റെ ലോഗോ, പിന്നെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ലോഗോസ് ഒക്കെ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഫീച്ചറാണ്. രണ്ടെന്ന് പറയുന്നത് ഒരു യുണീക്ക് നീബോഷിന്റെ ഹോളോഗ്രാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഹോളോഗ്രാം. ഒരു ഹോളോഗ്രാം അവർ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം സർട്ടിഫിക്കറ്റിൽ തന്നെ അത് എംബഡഡ് ആണ്, അത് ഒട്ടിച്ചതൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഫേക്ക് ആയിട്ട് ചെയ്യുന്നവന്മാർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു സ്റ്റിക്കർ കടയിൽ നിന്ന് ഒട്ടിച്ച് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വോണ്ട് ഫീൽ എനിത്തിങ്, ഇറ്റ്സ് ഓൾറെഡി ഫിക്സ്ഡ് ഓൺ ഇറ്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറയുന്നത് സീരിയൽ നമ്പർ, സ്കാനബിൾ സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് നീബോഷിന്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ എന്ന് പറയുന്നത് ലേണേഴ്സ് ഡീറ്റെയിൽസ് എംബഡഡ് ഫോർ ഒതന്റിസിറ്റി. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. എൻ്റെ പേര് ഈ സർട്ടിഫിക്കറ്റിൽ പലയിടത്തായിട്ട് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വെളിച്ചത്തോട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും ഇതിനകത്ത്. അത് മാത്രമല്ല ലേറ്റസ്റ്റ് ഓഫീസേഴ്സ് ആയിരിക്കും ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ വെരിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അവർ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സർട്ടിഫിക്കറ്റിനകത്ത്. സോ അത് നോക്കുമ്പോൾ തന്നെ അറിയും. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ക്വാളിറ്റി അത് ഇതൊക്കെ സംഭവമാണ്. സമ്മറി ആൻഡ് ഫൈനൽ ടിപ്സ്. ഒന്നെന്ന് പറയുന്നത് ഓൾവേസ് വെരിഫൈ യുവർ സർട്ടിഫിക്കറ്റ് ബിഫോർ അക്സെപ്റ്റിംഗ്. അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുമ്പോൾ അവരുടെ കോൺടാക്ട് പേജിലൊക്കെ പോയിട്ട് അവർ ആരാണ്, എന്താണ് അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ, എന്താണ് അവർ എത്ര ഓഫീസേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. ചുമ്മാ ആരെങ്കിലും പറഞ്ഞെന്നും കേട്ടെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കരുത്. ഇന്റർനെറ്റിലൂടെ ഉള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങൾക്ക് നിങ്ങൾ പോയി കൈവച്ച് കൊടുക്കരുത്. അതൊക്കെ അപകടകരമാണ്. പിന്നെ എൻകറേജ് ലേണേഴ്സ് ടു പ്രൊട്ടക്ട് ആൻഡ് ടു പബ്ലിക്. ഒരിക്കലും നീബോഷ് എൻകറേജ് ചെയ്യത്തില്ല നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് പബ്ലിക്കലി ഷെയർ ചെയ്യാനുണ്ട് എങ്കിൽ ഈ അവാർഡ് കിട്ടിയ ക്വാളിഫിക്കേഷൻ ഡേറ്റ് മറച്ചു വയ്ക്കുക, മാസ്റ്റർ ലോക്ക് സർട്ടിഫിക്കറ്റ്സ് ഡിലീറ്റ് ചെയ്ത് ഒളിച്ചു വയ്ക്കുക. ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ QR കോഡ് അടിച്ച് സ്കാൻ ചെയ്യാൻ പോകുമ്പോഴും നീബോഷ് ചോദിക്കുന്ന ഓൺലൈൻ ഫോമിലും ഇതെന്ന് പാസ്സായെന്നും മാസ്റ്റർ ലോക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ ഇതുമാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ ഒളിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വെരിഫൈ ചെയ്യാം. അതിനൊരു ഇമെയിൽ ഐഡി info@neebosh.org.uk മെയിൽ അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ്ലി വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നീബോഷ് സർട്ടിഫിക്കറ്റ്സ് എപ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിനകത്ത് നിന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇന്റർനെറ്റിലൂടെ ഷെയർ ചെയ്യാനുള്ള ശ്രമം നടത്തരുത്. അപകടകരമാണ്. ഡോണ്ട് ഡു ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ. വേറെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യൂ. വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു. പിന്നീട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ 2019 ഒക്ടോബറിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റിൽ മാത്രമേ QR കോഡ് ഉള്ളൂ. മുമ്പോട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് ഓൺലൈൻ ഫോം ഉണ്ട് നീബോഷിൽ. neebosh.org.uk/verifications പോയി കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എംപ്ലോയീസിന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് ഇമെയിൽ വരും. നിങ്ങൾ ആ ഇമെയിൽ അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്ന ആൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട്
അത് ഓർമ്മിച്ച് വെച്ചേക്കണം, മറന്നു പോകരുത് അപ്രൂവ് ചെയ്ത് വിടാനായിട്ട്. ഏതെങ്കിലുമൊക്കെ ജോലിക്ക് ഇന്റർവ്യൂ പോയിട്ട് മിണ്ടാതെ മെയിലും തുറക്കാതെ 4-5 ദിവസം വീട്ടിൽ ഇരുന്ന വെരിഫിക്കേഷൻ അങ്ങ് ഫെയിൽ ആവും, അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തന്നിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഈവൻ നമുക്ക് പോലും ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് പ്രോസസ്സ്. നിങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു കാരണവശാലും ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ അറ്റൻഡിങ്. നിബോഷ് സർട്ടിഫിക്കറ്റ് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്, കേട്ടത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ബെൽ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തൊക്കെ വെച്ചേക്കുക. അപ്പോൾ കൂടുതൽ ഈ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൂടുതൽ കാണുവാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു ഓൾ ഫ്രം ആൻഡ് സീ യു ഓൾ ഫ്രം ഗ്രീൻ വേൾഡ്. ടേക്ക് കെയർ.